അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കായിലെ മുശ്രിക്കീങ്ങൾ തങ്ങളുടെ ഈ ദൗത്യ ശ്രമത്തിന് വേണ്ടിയിട്ട് 11 പ്രധാനികളെയാണ് 11 കുടുംബക്കാരായ 11 പ്രധാനികളെയാണ് തെരഞ്ഞെടുത്തതും നിയോഗിച്ചതും. അവരിൽ അബൂജഹലുണ്ട്, ഹക്കം ബിൻ ആസ് ഉണ്ട്, ഉഖ്ബ ബിൻ അബൂ മുഅയ്ത്ത് ഉണ്ട്, നളർ ബിൻ ഹാരിത്ത് ഉണ്ട്, ഉമയ്യ ബിൻ ഖലഫ് ഉണ്ട്, സംഅ ബിൻ അസ്വദ് ഉണ്ട്, അതോടൊപ്പം തന്നെ അബൂ ലഹബ് ഉണ്ട്, തുഐമ ബിൻ അദി ഉണ്ട്, ഉബയ്യ് ബിൻ ഖലഫ് ഉണ്ട്, അതുപോലെ തന്നെ നബീഹ് മുനബ്ബിഹ് എന്നിങ്ങനെ 2 ആൾക്കാരുമുണ്ട്. ഈ 11 ആൾക്കാരും കൂടിയാണ് നബിയുടെ വീട് വളയുക. അത് തന്നെ രാത്രിയുടെ 2-ാം യാമത്തിൽ. അവർക്കറിയാം പ്രഭാതത്തിൻ്റെ എത്രയോ മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ഒന്നിച്ച് ഒറ്റയാൾ വെട്ടുന്നത് പോലെ വെട്ടിക്കൊലപ്പെടുത്തുക, അതാണ് അവരുടെ പദ്ധതി. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിച്ചു. അതേസമയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വിവരം ലഭിച്ചു, അള്ളാഹുവിൽ നിന്നുള്ള വിവരം ലഭിച്ചു. അള്ളാഹു ആ കാര്യം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ നബിയെ താങ്കളെ ചതിക്കാൻ വേണ്ടി പദ്ധതിയോടുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ പദ്ധതിയെ വെല്ലാൻ മറികടക്കാൻ അവർക്കാർക്കും കഴിയില്ല എന്ന ആശയത്തിലുള്ള സന്ദേശങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി വേണ്ട ഒരുക്കങ്ങൾ വേണമെങ്കിൽ ആ ഒരുക്കങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായ ഒരുക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത്. അന്ന് രാത്രി നബിയെ താങ്കളുടെ വിരിപ്പിൽ താങ്കൾ ഉറങ്ങുവാൻ, പതിവ് പോലെ ഉറങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്നായിരുന്നു ജിബ്രീൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയാണ് പോകേണ്ടത്, ഹിജ്റ ഇറങ്ങേണ്ടത്. മുശ്രിക്കീങ്ങൾക്ക് അവരുടെ പദ്ധതി നിറവേറ്റേണ്ടതും ആ രാത്രി തന്നെയാണ്. അതുകൊണ്ട് 2 ഭാഗത്തും 2 കാര്യങ്ങളും കാത്തു നിൽക്കുകയായിരുന്നു. അതിനിടയിൽ വൈകുന്നേരത്തോടുകൂടെ ദാർനദവയിൽ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി. അവിടെ പ്രധാനമായൊന്നും ചർച്ച ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്നാലും അവസാന മിനുക്കുപണികൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അബൂജഹൽ എഴുന്നേറ്റു. എന്നിട്ട് അബൂജഹൽ ഒരു വർത്തമാനം പറഞ്ഞു. അത് പരിഹാസമായിരുന്നു. മുഹമ്മദിനെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് അറബികളുടെയും അനറബികളുടെയും രാജാക്കന്മാരാകാമത്രേ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീവിക്കുമത്രേ. നിങ്ങൾക്ക് ജോർഡാനിലേതുപോലുള്ള മനോഹരങ്ങളായ തോട്ടങ്ങൾ ലഭിക്കുമത്രേ. മുഹമ്മദിനെ പിന്തുടർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടും ശിക്ഷയും ഉണ്ടാകുമത്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ഇങ്ങനെ പരിഹസിക്കാനൊരു കാരണമുണ്ട്. അബൂജഹലാണ് പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ പദ്ധതി സർവാംഗീകൃതമാണ്. അത് ഒരു കുറവുമില്ലാത്ത, ഒരിക്കലും പാളാത്ത ഒരു പദ്ധതിയാണ് എന്ന് അബൂജഹലിനറിയാം, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരിഹസിക്കാൻ അവർക്ക് കഴിയുന്നത്. അങ്ങനെ അവർ കരുതിയ സമയമായി. നട്ടപ്പാതിര സമയം പിന്നിട്ടപ്പോൾ അവർ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. അതേസമയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലി, ഇന്ന് നീ എൻ്റെ ഈ കട്ടിലിൽ കിടക്കണം. ഇന്ന് നീ എൻ്റെ ഈ പുതപ്പ് പുതച്ച് ഉറങ്ങണം. ഞാൻ ഈ കട്ടിലിലാണ് കിടക്കുക, ഞാൻ ഈ പുതപ്പാണ് പുതക്കുക. അത് നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ ആയിരിക്കണം ഇന്ന് ഇവിടെ കിടക്കുന്നത് എന്ന്. അലി റളിയല്ലാഹു അൻഹു ഭയപ്പെടുമോ എന്ന ഭയം ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കാരണം മക്കായിലെ സാഹചര്യം അതാണ്. അതുകൊണ്ട് പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പം പറഞ്ഞു, അലി,
നിനക്കൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെ പേരിൽ നീ ഒരു വിലയും ഒടുക്കേണ്ടി വരില്ല. എല്ലാവരും വീട് വളഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ധൈര്യത്തോടു കൂടെ ഇറങ്ങി. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഹും ലാ യുബ്സിറൂൻ. സൂറത്ത് യാസീനിലെ 9-ാമത്തെ വചനം. അത് ഓതി ഒരു പിടി മണ്ണ് വാരി നബി ശത്രുക്കൾ നിൽക്കുന്ന ചുറ്റുഭാഗങ്ങളിലേക്കായി എറിഞ്ഞു. എങ്ങനെയാണ് വീട് വളഞ്ഞു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ശിരസിലേക്ക്, കണ്ണുകളിലേക്ക് എറിയുക? അതിനർത്ഥമില്ല. നബി എറിയുകയാണ്. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് പക്ഷേ നബിയല്ല, അത് അള്ളാഹുവാണ്. അതുകൊണ്ട് അത് എല്ലാവരുടെയും, അവർ വൃത്താകൃതിയിൽ വളഞ്ഞു നിൽക്കുകയാണ്, എല്ലാവരുടെയും ശിരസുകളിൽ ആ പൊടി എത്തി എന്നാണ്. അന്ന് സഫർ മാസം 27-ാം തീയതിയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രപ്രസിദ്ധമായ തൻ്റെ ഹിജ്റ യാത്രയിലേക്ക് കാലെടുത്ത് വെച്ച രാത്രി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.